മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഇല്ല ഇൻഡസ്ട്രീസിന്റെ അന്നൊരു യോഗം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മിനിറ്റ്സ് ഒക്കെ വരുന്നേ ഉള്ളൂ. അവർ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBക്ക് വിൽക്കുകയും അവർ പുറത്തുനിന്ന് കുറഞ്ഞ ചിലവിൽ വൈദ്യുതി വാങ്ങുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി CMന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ശേഷം തീരുമാനിച്ചിട്ടില്ലല്ലോ. തീരുമാനിക്കാതെ നിങ്ങൾ എങ്ങനെ അത് തീരുമാനിച്ചു എന്ന് പറയുന്നത്? തീരുമാനിച്ചിട്ടില്ല. കരാർ നീട്ടി നൽകേണ്ടതില്ല എന്നാണ് KSEBയുടെ തീരുമാനം. KSEBയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റിന്റെ അഭിപ്രായമല്ല. അത് ഇതെല്ലാം കൂടി ചർച്ച ചെയ്തിട്ട് പൊതുവായിട്ട് വ്യവസായങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടുത്താൻ എന്ത് ചെയ്യണം അതെല്ലാം കൂടി നോക്കിയിട്ടേ ചെയ്യൂ. വൈദ്യുതി വകുപ്പിന്റെയും വ്യവസായ വകുപ്പിന്റെയും അഭിപ്രായങ്ങൾ പരിഗണിക്കും. രണ്ട് തരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയല്ല, അതെല്ലാം കൂടി തട്ട് ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. അല്ല, വൈദ്യുതി വകുപ്പിന്റെ നിലപാട് പറഞ്ഞല്ലോ. കാലാവധി കഴിഞ്ഞാൽ തിരിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ്. ആ വൈദ്യുതി വകുപ്പ് പറഞ്ഞു ഗവൺമെന്റ് ഈ വ്യവസായങ്ങളിലൂടെ വരണമെങ്കിൽ എന്തൊക്കെ ആനുകൂല്യം അവർക്ക് കൊടുക്കണം നൽകണം എന്നുള്ളതൊരു ധാരണയില്ല. രണ്ടും കൂടി ആലോചിച്ച ശേഷം പൊതുവെ ഒരു നല്ല തീരുമാനം ഉണ്ടാവും. ചെന്നിത്തല പറയുന്ന പോലെ KSEB വകുപ്പിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയും രാജീവും കൂടി ചേർന്നാണ്. അങ്ങനെയല്ല, വ്യവസായത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ രാജീവ് മിനിസ്റ്ററല്ലേ ചെയ്യേണ്ടത്. അവരുടെ പ്രോത്സാഹനം കിട്ടാൻ അദ്ദേഹമാണല്ലോ ചെയ്യേണ്ടത്. ഇലക്ട്രിസിറ്റിയുടെ വിഷമം നമ്മൾ പറയും. ഇപ്പോൾ രണ്ടും കൂടി ഒരു തീരുമാനം എടുക്കാൻ മുഖ്യമന്ത്രിക്കല്ലേ അധികാരമുള്ളൂ. അത് അദ്ദേഹം ചെയ്യും. ഇല്ല. ഇപ്പൊ അത് നേരത്തെ ഒരു ചർച്ച നടന്നു. ഇനി വീണ്ടും ചർച്ച നടക്കും. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് മാധ്യമങ്ങളെ കണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് നിരക്കുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമുണ്ട്. മറ്റൊന്ന്, ഇന്നലെ എ വിൻസെന്റ് ആരോപിച്ച തിരുവനന്തപുരത്ത് സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയിലെ സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടും കെ കൃഷ്ണൻകുട്ടിക്കെതിരെയായിരുന്നു ആരോപണം. അതിലും മന്ത്രി മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ